ശ്രീകൃഷ്ണ ഭഗവാൻ വേണുഗോപാലമൂർത്തിയായി അമ്പലപ്പുഴ കണ്ണന്റെ ചൈതന്യം ഉൾക്കൊണ്ട് വിളങ്ങുന്ന പുണ്യസങ്കേതമാണ് പാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നാളെ സമാപിക്കും. യജ്ഞത്തിന്റെ 6ാം ദിവസമായ ഇന്ന് സെമന്തകോപാഖ്യാനം, രാജസൂയം, ബാണയുദ്ധം, കുചേലവൃത്തം, സന്താനഗോപാലം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. പാറക്കോട് ഇല്ലം കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വിചാരണപരം എന്ന് പറയും. നന്നായിട്ട് ഈശ്വരനെ വിചാരം ചെയ്യണം. നല്ലതായിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് ഈ ലോകത്തിനെ തന്നെ നന്നായിട്ട് ഇതാ ശ്രദ്ധിക്കുക. കണ്ണന്റെ മുന്നിൽ കാണുന്നതായിരിക്കുന്ന വസ്തുക്കൾ മുഴുവനും നാളത്തേക്ക് ഇല്ലാതാവുന്നതാണ്. ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. എന്നും നിലനിൽക്കും വിചാരിച്ച് നമ്മൾ പലതിനെയും സ്നേഹിച്ചു. വീടുണ്ടാക്കി കഴിഞ്ഞാൽ വീടിനെ അങ്ങനെ സ്നേഹിച്ച്, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ തന്നെ സ്നേഹിച്ച്, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ തന്നെ നന്നായിട്ട് സ്നേഹിച്ച് വളർന്ന് വരുന്ന സമയത്താണ് ഒരു ദിവസം ഇതൊക്കെ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങള്, ദുഃഖങ്ങള് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ദിവസവും നിരവധി ഭക്തരാണ് സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്ത് പാരായണം ശ്രവിക്കുന്നത്. സമാപന ദിവസമായ നാളെ ഉദ്ധവരുടെ ബദരിയാത്ര, ഭഗവാന്റെ സ്വർഗാരോഹണം, ബ്രഹ്മോപദേശം, പരീക്ഷത്തിന്റെ മുക്തി, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പാരായണ സമർപ്പണം. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. വൈകുന്നേരം 6:30-ക്ക് അൻപൊലി, പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 7:30-ക്ക് ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. സപ്താഹ തിരുവുത്സവത്തോടനുബന്ധിച്ച് അഗതികൾക്കും അശരണർക്കുമായി നടത്തിവരുന്ന മുകുന്ദ കടാക്ഷം എന്ന പദ്ധതി കൂടുതൽ വിപുലമാക്കുമെന്ന് പ്രസിഡന്റ് VG ബിനു വെട്ടിപ്പറമ്പിൽ പറഞ്ഞു. ഭഗവാന്റെ കാരുണ്യം ഭക്തരിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടെ, ഭഗവാന്റെ ചൈതന്യം ഭക്തരിലെത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. എല്ലാ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള സാമ്പത്തിക സഹായവും ആതുര സഹായവുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ കൂടുതൽ വിപുലമായി കൂടുതൽ ആളുകളിലേക്ക് ഈ പദ്ധതി എത്തിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ഉദ്ദേശം. അക്കാര്യത്തിൽ ഏറ്റവും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. ഇത് കഴിഞ്ഞാൽ മിച്ചം വരുന്ന സാധനങ്ങൾ മുഴുവൻ ഇവിടുത്തെ അനാഥാലയങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു സാധനങ്ങളും നമ്മൾ ലേലം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്ക് ഉപകരിക്കാനോ, പൂർണ്ണമായും ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ അകത്ത് ആവശ്യക്കാരായ ആളുകൾക്ക് ധനസഹായം നൽകുക എന്നുള്ളത്, ക്യാൻസർ അടക്കമുള്ള പേഷ്യൻസിന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ധനസഹായം നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ മുകുന്ദകടാക്ഷം എന്ന പദ്ധതി അനസ്യൂതം മുന്നോട്ട് പോവുകയാണ്. ഒട്ടനവധി ആളുകൾ ഈ പദ്ധതിയിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്നുമുണ്ട്. യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ ചിത്രരചന പഠിക്കുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.